ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിൽ ഷഷ്ടിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ സ്വന്തം ഇരിഞ്ഞാലോടെ ഷഷ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടുണ്ടായിരുന്നത് പാർട്ടായിട്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ ഞാൻ വെച്ചിരുന്ന ഒരു വലിയ ലോങ് വീഡിയോ ആയിട്ട് ഇടാന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫെബ്രുവരി 5-ാം തീയതി നമ്മുടെ ഇരിഞ്ഞാലോടെ ഷഷ്ടി. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് പോവാറ്. ഞങ്ങൾ ശരിക്കും തൃശ്ശൂരാണ്, പക്ഷെ ഞങ്ങൾ പോവും ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് കാവടികൾ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ കാവടിക്ക് ആട്ടണം, മറ്റേ ചെണ്ടമേളം, ശൃംഗാരിമേളം, ഇതൊക്കെ കുറേ സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പോവാം. ഞാനിപ്പോഴേ ഇതല്ല ഗൈസ് എൻ്റെ ഡ്രസ്സ്. ഞങ്ങൾ വൈകുന്നേരം ഒരു 7:30-8 മണി സമയത്തൊക്കെ പോവുള്ളൂ. ബട്ട് അതിൻ്റെ ഡ്രസ്സ് ഒന്നല്ല. ഇതിപ്പോൾ ഞാൻ വേറൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകാതിക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻട്രോ എടുത്ത് വയ്ക്കാമെന്ന്. അല്ലെങ്കിൽ ഞാൻ മറക്കും ഗൈസ്. ഒരു സമയം തിരക്കിൽ ഞാൻ ഓടി മാറും. പക്ഷേ കാവടീസ് ഒന്നും എടുക്കാൻ മറക്കില്ല, നമ്മൾ എന്തായാലും എടുത്തു പോവും. അപ്പോൾ ഇൻട്രോ ഞാൻ മുമ്പേ എടുത്ത വെച്ചതാണ്. അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണാം, സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണാം. കാരണം എൻ്റെ പറച്ചിലായിരിക്കില്ല ഇതിൽ കൂടുതലുണ്ടാവുക. ചെണ്ടമേളം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഞാൻ ബർത്ത്ഡേക്ക് ഇട്ട ഡ്രസ്സാണ്. ഞാനിത് പിന്നെ കണ്ടിരുന്നില്ല, അപ്പോൾ വിചാരിച്ചു ഇതന്നെ ഇടാന്ന്. അങ്ങനെ ഗീസ് ഞാൻ വണ്ടി കയറിയിരുന്നു. ഞാൻ ഫസ്റ്റ് വണ്ടി കയറിയിരുന്നത്. പിന്നീടാണ് പപ്പിയമ്മയൊക്കെ വന്നത്. അപ്പോൾ കാറ് ഞങ്ങൾ സർവീസിനടുത്തുനിന്നാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുകയാണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊക്കെ പോണ വഴിക്ക് ഫുഡും കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഫുഡ് എന്താന്ന് കഴിച്ചെന്ന് പറയില്ല. വലിയ ഹെവി ആയിട്ടൊന്നുമല്ല ഗീസ്. സിമ്പിളായിട്ട് ഒരു ഫലൂഡയാണ് ഗീസ് ഞാൻ ഓർഡർ ചെയ്തത്. എനിക്ക് തോന്നുന്നു റോയൽ മാംഗോ ഫലൂഡ അല്ലെങ്കിൽ സാധാ മാംഗോ ഫലൂഡയാണ്. ഇത് കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇത് വഴക്കൊന്നും കൂടണമല്ല കേസ്. കാറിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് സീരിയസ് ആയിട്ട്. അങ്ങനെ എൻ്റെ ഫലൂഡ വന്നു. പിന്നെ അവിടുത്തെ ടോയ്ലറ്റിൽ മിറണ്ട. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാണ്ടിരിക്കുമോ? അങ്ങനെ ഫോട്ടോ എടുത്തു. നമ്മൾ പോകണ വഴിക്ക് നമ്മൾ അമ്പലത്തിൽ അവിടെയാണ് നമ്മൾ അങ്ങനെ പോയത്. അപ്പം നമ്മൾ പോയി ആദ്യം തന്നെ നമ്മൾ കണ്ടത് പന്തലാണ് ഗേയ്സ്. എന്ത് രസമായിരുന്നറിയോ? നല്ല രസമുണ്ടായിരുന്നു പന്തലാണ്. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ട് നല്ല തിരക്കുണ്ടെങ്കിൽ കൂടി നമുക്ക് നടക്കുമ്പോൾ ഉന്തും തള്ളോ അങ്ങനത്തെ ഒന്നും കിട്ടില്ല. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് കബഡി കണ്ടു ഗൈസ്. സോറി ഗേസ്, കാവടിയല്ല, ഒരു തെയ്യം. എനിക്ക് ഇതിൻ്റെ പേരറിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഞാൻ കുറച്ച് സൗണ്ട് ഇടയില്ലേ, അതായിരുന്നു ഇതിൻ്റെ ഒരു ട്യൂൺ. പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളവിടെ കയറി എനിക്ക് ഒരു കമ്മൽ മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അപ്പുറത്തെ ഭാഗത്താണ്. ഓരോ സെറ്റാണ് ഗേസ്. കോമ്പാറ സെറ്റ്, അങ്ങനത്തെ ഓരോരോ സെറ്റാണ്. പുല്ലൊരു സെറ്റ് അതെഴുതി നമ്മൾ പീലിക്കാവടി കണ്ടു. അപ്പോൾ ഇതൊക്കെ ഓരോരോ വഴിയിൽ നിന്നാണ് വരിക. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ടാണ് കണ്ടത്. അപ്പോൾ ഗേസ്, ഇതാണ് നമ്മുടെ പീലിക്കാവടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീലിക്കാവടി, ഭസ്മക്കാവടി എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ടെമ്പിളാണ്. പക്ഷെ ടെമ്പിൾ അവർ പൊക്കിയില്ല. അങ്ങനെ നമ്മൾ ആദ്യത്തെ കാവടി കണ്ടു. ഇത് കാന്താരയുടെ കാവടിയാണ് ഗേസ്. ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ടിട്ട് തരാം ഗേസ്. സോറി ഗൈസ്, ഇനി ഞാൻ നിങ്ങൾക്ക് പാട്ടിട്ട് തരാം. നേരത്തെ ഞാൻ ചെണ്ടമേളമാണ് കാണിച്ചു തന്നത്.
അങ്ങനെ ഗൈസ് നമ്മളിത് അവിടെ നിന്ന് ഇച്ചിരി നീങ്ങിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നിരുന്നു. ഇവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഒരു ഭാഗത്ത് DJ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു ഗൈസ്, ഞാൻ കാണിച്ചു തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വന്ന സാധനമാണ് ഇത്. ഇവിടെ നിന്ന് നമ്മൾ കുറേ നേരം ഇവിടെ പോസ്റ്റ് ആയിപ്പോയി, കാരണം ആൾക്കാർ പോയാലും നമ്മുടെ വണ്ടി എടുക്കാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ നിന്നു. എല്ലാവരും അങ്ങോട്ട് പോവാണ്. പിന്നെ കാവടികളൊക്കെ ഇച്ചിരി നേരം വൈകി ഗൈസ് ഈ പ്രാവശ്യത്തെ സെറ്റ് പോകുമ്പോൾ. അപ്പോൾ കാവടികളൊക്കെ എന്താ പറയുക, വണ്ടിയിലൊക്കെ കയറ്റിയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ കുറേ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 2 മണിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അത്രയും നേരം നിന്നു ഗൈസ്, കാരണം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇച്ചിരി നേരം വൈകി, കൂടാണ്ട് കാവടികളൊക്കെ മെല്ലെ മെല്ലെ പോകണുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഞാൻ വേറൊരു പാട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം. അങ്ങനെ ഗെയ്സ് ഈ നമ്മൾ ഇത് കുറേ സ്ഥലത്ത് കൂടി മിക്സായിട്ട് വന്നുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് തന്നെയാണ് തുടങ്ങിയത്. കണ്ടില്ലേ, മൂങ്ങകളൊക്കെ നേരത്തെ ഞാൻ കാണിച്ചു. പെട്ടെന്ന് ഞാൻ മൈസൂർ നിർത്തിയത് ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചതാണ്, കാരണം ഇത് നല്ലപോലെ കറങ്ങുന്നുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാണ്ടായതുകൊണ്ട് തന്നെ ഒരു കൊമ്പറ സെറ്റാന്ന് തോന്നുന്നു. ഞാൻ കാണണമെന്ന് വിചാരിച്ച സെറ്റ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും സാരമില്ല, ഞാൻ കാറിൽ തന്നെ ഇരുന്നു. പക്ഷെ ആരും പോയി കണ്ടില്ല, ഞാൻ വരാത്തതുകൊണ്ട് ആരും കണ്ടില്ല. പിന്നെ ഇവിടെയുണ്ട് കേസ് കുറേ പേർക്ക്, അവിടെയും DJ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കേസ് അടിപൊളിയായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടമായി. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കേസ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ, ബായ്. അപ്പോൾ എല്ലാവർക്കും ഒരു കുട്ടി വീഡിയോ ആയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഫോളോ, ലൈക്ക് ആൻഡ് ഷെയർ. ടാറ്റാ, ബൈ ബൈ.